ഒരു പടം വരച്ചു കൊടുക്കാൻ ബബബൻ പറഞ്ഞിട്ടുണ്ട്. നാളെ കാലത്ത് അങ്ങോട്ട് ചെല്ലണം. നിങ്ങളും വരുമോ ഒരു സഹായത്തിന്? പടം വരയ്ക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല. വരയ്ക്കണ്ട, സാധനങ്ങളൊക്കെ എടുത്തു തരാൻ ഒന്ന് കൂടെ നിന്നാൽ മതി. എടോ, കഴിഞ്ഞ ആഴ്ച നമ്മള് ബബബനുമായി ഒന്ന് വഴക്കടിച്ചതാ. നമ്മളോ? താനല്ലേ? ആ, ഞാനാണെങ്കിൽ ഞാൻ വഴക്കടിച്ച സ്ഥിതിക്ക് മൂപ്പരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് കരടിച്ചേട്ടനെ സഹായിക്കാൻ നമുക്ക് പോകാം. അത് കണ്ടാൽ ബബബന്റെ മനസ്സ് അലിയും. കരടിച്ചേട്ടാ, മൂപ്പര് ഞങ്ങളുമായി അത്ര രസത്തിലല്ല. എന്നാലും ഞങ്ങൾ വരാം. ചിത്രത്തിന് വേണ്ടി ഞങ്ങൾ എല്ലുമുറിയെ പണിയെടുക്കും. അത് കണ്ട ബബബന്റെ കരൾ അലിയണം. മനസ്സല്ലേ അലിയേണ്ടത്? ചേട്ടനും ഷേരുവും നാളെ കാലത്ത് തന്നെ ബബബന്റെ അടുത്തേക്ക് ചെന്നോ. ചായം ബ്രഷ് ഈ വക കുണ്ടാമണ്ടികളൊക്കെ സൂത്രം കൊണ്ടുവരുമെന്ന് അങ്ങേരോട് പറയണം. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. ആ വരവ് കണ്ടാൽ തന്നെ മനസ്സലിയും, അല്ല കരളലിയും അല്ലേ. കുണ്ടാമണ്ടികളൊക്കെ സൂത്രം കൊണ്ടുവരും. ബബബൻ ചേട്ടന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ചിത്രം ഗംഭീരമാക്കണം. ചിത്രത്തിനുള്ള ഫ്രെയിം അടക്കം ഞാൻ കൊണ്ടുവന്നു. ഫ്രെയിം ആദ്യം തന്നെ തറച്ചു വെക്കാം, എന്നിട്ട് അതിനുള്ളിൽ വരച്ചാൽ മതി. ഫ്രെയിം തറയ്ക്കാനുള്ള മരയാണി കൊണ്ടുവന്നിട്ടുണ്ട്. വരയ്ക്കുന്ന ഭാഗത്ത് ചെളിയോ മറ്റോ ഉണ്ടെങ്കിൽ ഈ മുള്ളുകൊണ്ട് ഉരച്ച് വൃത്തിയാക്കാം. ഈ കുറ്റിയടിച്ച ചിത്രം മരത്തിലോ മറ്റോ തൂക്കുകയും ചെയ്യാം. നിർത്തടോ, നീ എന്നെ ആണിയടിച്ച് കെട്ടി തൂക്കുമല്ലേടാ. ഉണ്ടാമണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എടോ, അങ്ങേരുടെ വയറിന്മേൽ ഒരു ചിത്രം വരച്ചു കൊടുക്കാനാ നമ്മൾ വന്നത്. ആനവേറിൽ ചിത്രം വരയ്ക്കുന്നത് പുതിയ ഭാഷനല്ലേ.